ലോകത്താരാലും പിടിച്ചു കെട്ടാനില്ലെന്ന ധൈര്യത്തോടെ, അല്ലെങ്കിൽ വളരെയധികം മോശമായ യാതൊരു വിലയും കൽപ്പിക്കപ്പെടാൻ പാടില്ലാത്ത കവലച്ചട്ടമ്പികളും തെമ്മാടികളുമായ രണ്ട് രാഷ്ട്ര നേതാക്കൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തലപ്പത്ത് വരികയും അവർ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അനീതിയുടെ കൂത്തരങ്ങായി മാറുകയും ചെയ്ത സംഭവമാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആദ്യമായി അവർ ബോംബിട്ട് കൊന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് ഇന്ന് പറയുന്നു, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. ഭ്രാന്ത് പിടിച്ചവന് തൽക്കാലം അങ്ങനെ ഒരു വാക്കുകൊണ്ട് ശമിപ്പിക്കാമെങ്കിൽ ജീവൻ നിലച്ചുപോയ, ക്രൂരമായി കൊല്ലപ്പെട്ട ആ 160ഓളം വരുന്ന പെൺകുട്ടികൾക്ക് പകരം ഇവൻ ആരെയാണ് നൽകുക? വിശ്വാസരംഗത്ത് ഷിയാക്കളുമായി ബന്ധപ്പെട്ട് അഖീദപരമായ വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്ന് നാം ധരിക്കുമ്പോഴും ധാരാളം സുന്നികൾ അധിവസിക്കുന്ന രാജ്യമാണ് ഇറാൻ. മാത്രമല്ല, ഈ ശത്രുക്കൾ മുസ്ലിങ്ങൾ എന്ന പേരിലാണ് അവരെ ആക്രമിക്കുന്നത്. അവർക്ക് ഷിയായും സുന്നിയും ഒന്നുമില്ല. വേണ്ട, ഇതൊന്നുമല്ലെങ്കിൽ തന്നെ മനുഷ്യർ എന്ന പരിഗണന കൊടുത്ത് ലോകത്ത് കാണിക്കേണ്ടുന്ന യുദ്ധ മേഖലയിൽ പോലും കാണിക്കേണ്ടുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾക്ക് പുല്ലുവില കൽപ്പിക്കാതെ ഐക്യരാഷ്ട്രസഭ എന്ന സംവിധാനത്തെ തൂത്തെറിഞ്ഞ് ഇടയ്ക്ക് എന്തെങ്കിലും ഐക്യരാഷ്ട്രസഭ ശബ്ദിക്കുന്നുവെങ്കിൽ അത് അമേരിക്കക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു കാവൽ പട്ടികളെ പോലെ ആയിപ്പോയ ഒരു പ്രത്യേക സാഹചര്യത്താണ് ഇന്ന് ലോകം നീങ്ങുന്നത്. നാം വളരെ വ്യക്തമായി ആലോചിക്കണം. ഈ ഉരുണ്ടുകൂടിയ പ്രതിസന്ധികൾ എന്ന് ശമിക്കുമെന്ന് പോലും ആശങ്കയോടെ മനുഷ്യ കുലം മുഴുവൻ നോക്കിക്കാണുകയാണ്. ആരും അമേരിക്കക്കെതിരെ, ഇസ്രയേലിനെതിരെ മിണ്ടാൻ ധൈര്യമുള്ളവരില്ല. ആയുധ കൂമ്പാരങ്ങളും അമേരിക്കയുടെ മൊത്തം രാജ്യത്തിന്റെ സമ്പത്തിനേക്കാൾ കൂടിയ സമ്പത്തുള്ള ഒരു ഭ്രാന്ത് പിടിച്ച ഭരണാധികാരിയും ലോകത്ത് വിലസുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം യാ അല്ലാഹ്. ലോകത്ത് മനുഷ്യർക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ആയുധ കച്ചവടം മാത്രം ലക്ഷ്യമാക്കി എണ്ണ കൈക്കലാക്കാൻ ഏതറ്റം വരെയും വൃത്തികെട്ടവർക്ക് പോകാൻ കഴിയുമെന്ന ആ വാണിജ്യപരമായ ചിന്ത മാത്രം വെച്ചുകൊണ്ട് മനുഷ്യരെ കശാപ്പ് ചെയ്തു കൂട്ടുന്ന ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും ഇസ്രയേലി സയനിസത്തിന്റെയും അന്ത്യം കുറിക്കാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. റബ്ബിനോട് കരഞ്ഞു ദുആയിരക്കണം ഈ ദുഷ്ടശക്തികളെ അമർച്ച ചെയ്യാൻ. അതിന് ഏറ്റവും പറ്റിയ ഒരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റൊരു വിഷയത്തിലേക്കും ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പണത്തോടെ നമുക്ക് ജീവിക്കാനും നിലനിൽക്കാനും കഴിയണം. ഫലസ്തീനിന്റെ മണ്ണിൽ ചുട്ടരിക്കപ്പെട്ട ധാരാളം പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവർ, ആരും ചോദിക്കാനില്ല. കൊന്നു തള്ളിയാൽ പോലും ഒരാളും മിണ്ടാനില്ല. സ്നേഹം തോന്നി അറബ് രാജ്യങ്ങളിൽ നിന്നും മറ്റും വന്ന ഭക്ഷണത്തിന്റെ ട്രക്കുകൾ പോലും അങ്ങോട്ട് കടത്തിവിടാതെ ഈ ആധുനിക ലോകത്ത് എല്ലാം അപ്പോഴപ്പോൾ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് കാണിക്കുന്ന ലോകത്ത് പോലും ഈ തോന്നിവാസികൾ അവരുടെ ക്രൂരമായ ചെയ്തികളുമായി മുന്നോട്ട് പോവുകയാണ്.
പക്ഷേ ആ ഫലസ്തീനിലെ മക്കളിൽ നിന്ന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിൽ, കൊല്ലപ്പെട്ടുവെങ്കിൽ, അതിന്റെ ഇരട്ടി ആളുകൾ അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നുപോയി. ഖുലൂ തക്ബീർ. എന്തേ വരാനുള്ള കാരണം? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അടിയുറച്ച വിശ്വാസത്തിന്റെ ആളുകൾ അവരതാ ലോകത്തെന്ത് സംഭവിച്ചാലും അവരുടെ വിശ്വാസത്തിന് തകരാറ് വരുന്നില്ല. അവിടുന്ന് ഒരു കുഞ്ഞുപോലും തൊഴുകയോടെ ജൂതന്റെ മുമ്പിൽ ഞാൻ ജൂതനാകാം, ഞാൻ അങ്ങോട്ട് വരാം, മുർത്തദ്ദാകാം എന്ന് പറഞ്ഞില്ല. 8 വയസ്സുള്ള കുഞ്ഞിന്റെ പുറത്തേക്ക് ആ കയ്യിലേക്ക് തുളച്ചു കയറിയ ബുള്ളറ്റ് അതെടുത്തു മാറ്റാൻ സംവിധാനങ്ങളില്ല, ആശുപത്രികളില്ല, ഓപ്പറേഷൻ തിയേറ്ററുകളില്ല, തിയേറ്ററിൽ അണുമുക്തമായ ഹാള് ഇല്ല. കിട്ടിയ ടേബിളിന്റെ പുറത്തേക്ക് ആ കുഞ്ഞിനെ കയറ്റിക്കിടത്തി കയ്യിൽ കിട്ടിയ ഏതെങ്കിലും ഒരായുധം കൊണ്ട് ആ കുഞ്ഞിനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഈ ബുള്ളറ്റ് എടുത്ത് പുറത്ത് കളയാം എന്ന് കരുതി ആ കുഞ്ഞിനെ പിടിച്ച് ടേബിളിന്റെ പുറത്തേക്ക് കിടത്തുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന മഗ്രിബ് ബാങ്കിന്റെ ശബ്ദം കേട്ടപ്പോ ആ കുഞ്ഞ് പറയുന്നു, മഗ്രിബിന് സമയം കൂടുതലില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ബുള്ളറ്റ് എടുക്കാനുള്ള ഓപ്പറേഷൻ ഞാനൊന്ന് പെട്ടെന്ന് മഗ്രിബ് നിസ്കരിച്ച് വീണ്ടും വന്ന് കിടന്നു തരാം, അങ്ങനെ എടുത്താൽ മതി, എന്റെ മഗ്രിബ് നിസ്കാരം ഖളാകണ്ട. കുറ്റം ചെയ്യപ്പെടുന്നത് പോലും പരിഗണിക്കപ്പെടാത്ത പ്രായത്തിലും ആ കുഞ്ഞിന്റെ ഈമാനിക രംഗമാണ് അവിടെ കാണാൻ കഴിഞ്ഞതെങ്കിൽ വലിയ മേലൊപ്പ് കാണിക്കുന്ന മലയാളിയോട് പറയുന്നു, ആ ഈമാനിന്റെ പതക്കം നാം കണ്ടുപഠിക്കണം മക്കളെ. അഷ്റഫുൽ വറാ സയ്യിദുൽ വജൂദി ത്വാഹ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്ത് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമ്മളോട് പറഞ്ഞില്ലേ, ലോകത്തിന്റെ അവസാനം വരുന്നതിന് മുമ്പ് വളരെ വലിയ പ്രതിസന്ധികൾ ഇവിടെ അഭിമുഖീകരിക്കാതെ നിവൃത്തിയില്ല. അറബ് രാജ്യങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് സത്യത്തിന്റെ ആളുകൾക്ക് വരാൻ പോകുന്ന അപകടങ്ങളെ സംബന്ധിച്ച്, ഭൗതിക ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളെ സംബന്ധിച്ച് 1000 തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമിന് ഈമാനുള്ളവർക്ക് ഇത് പുത്തരിയല്ല. ഇതിനേക്കാളും വലിയ കൊടുമുടിക്ക് സമാനമുള്ള പ്രതിസന്ധി വന്നാലും അവരുടെ ഈമാൻ ചലിക്കില്ല. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. പക്ഷേ നമ്മുടെ ഈമാൻ വളരെ ബലഹീനമായതാണ്, നമ്മൾ ദഈഫുകളാണ്. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് സമാധാനം എത്രയും പെട്ടെന്ന് ആ മേഖലകളിൽ സമാധാനം പുനഃസ്ഥാപിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ രംഗത്ത് വലിയ റാഹത്ത് നൽകണേ അല്ലാഹ്. മുതഅല്ലിമീങ്ങളൊക്കെ ഉറക്കെ ആമീൻ പറയുക. കാരണം ആ റാഹത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ഇറക്കാം. ആ ദുആയും ഇബാദത്തും ഒക്കെ ഒരു മൂർച്ചയും കുറയാതെ നടത്തിക്കൊണ്ടിരിക്കുകയും കടന്നു വരുന്ന പ്രതിസന്ധികളെ ഈമാനികമായി പ്രതിരോധിക്കുകയും ചെയ്യുക. ആയുധങ്ങളല്ല പ്രതിരോധിക്കാനുള്ളത്, ഭൗതികമായ അധികാരങ്ങളല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ ലോകത്തെ ഗുണങ്ങളല്ല, മറിച്ച് അല്ലാഹ് 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 നീ നിശ്ചയിച്ചതല്ലാതെ ഇവിടെ വരില്ല. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, മുഴുവനും അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ്.
ഈ വിശ്വാസം അരക്കിട്ടുറപ്പിച്ച വിശ്വാസിയെ പരാജയപ്പെടുത്താൻ ചുട്ടരിച്ചത് കൊണ്ടോ, കൊന്നു തള്ളിയത് കൊണ്ടോ, കടലിൽ വലിച്ചെറിഞ്ഞത് കൊണ്ടോ, ആകാശത്ത് വെച്ച് കത്തിച്ചു കളഞ്ഞത് കൊണ്ടോ സാധ്യമല്ല. ഇതാണ് പൂർവകാല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുൻഗാമികൾ അനുഭവിച്ച ത്യാഗത്തിന്റെ നാലയലത്ത് പോലും നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുസ്ലിങ്ങൾ പലരും അനുഭവിക്കുന്ന വലിയ വിഷമങ്ങൾ അതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ബുൾഡോസർ രാജടക്കമുള്ള നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നിടത്ത് മലയാളിയും കേരളക്കാരനും എത്തിയിട്ടില്ല. അള്ളാഹു നമ്മെ കാത്തിട്ടുണ്ട്. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഇനിയും ആ സംരക്ഷണ വലയം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വിഷമിക്കുന്ന നാട്ടിലെ ആളുകൾ മിഡിൽ ഈസ്റ്റിൽ ഒരു തെറ്റും ചെയ്യാത്ത രാജ്യങ്ങളിലേക്ക്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ബേസുകൾ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെടുന്നത് നിരപരാധികളാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യം അവസാനം രക്ഷയില്ലാത്ത നിലക്ക് ഈ തോന്നിവാസികളോട് പ്രതികരിക്കുന്നതാണ് എന്നത് നമുക്കറിയാം. എന്നാലും അയലത്തു കിടക്കുന്ന പാവപ്പെട്ട രാജ്യങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നേരിട്ട് അമേരിക്കയെ പ്രതികരിക്കാനും അടിക്കാനും കഴിയാത്തത് കൊണ്ട് അമേരിക്കൻ മിലിറ്ററിയുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഇവർ ആക്രമണം അഴിച്ചുവിടുന്നത്. എന്തായിരുന്നാലും എന്തൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടാലും നമ്മുടെ ഖൽബിലുള്ള ഈമാന് തകരാറ് വരാൻ പാടില്ല. ഈമാൻ വളരെ വളരെ ദുനിയാവിൽ കെട്ടുപിണഞ്ഞു പോയ സാധുക്കളായ നമുക്ക് പ്രതിസന്ധികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ വേണം. അസ്ഹാബുൽ ബദർ ഈമാനിന്റെ തലപ്പാവ് ധരിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ മായ്ക്കപ്പെടാൻ പറ്റാത്ത വിജയതിലകമണിഞ്ഞുവെങ്കിൽ ആ സുവർണാധ്യായത്തിന്റെ പിന്തുടർച്ചക്കാരായി ഈമാൻ കാത്തു സൂക്ഷിക്കപ്പെട്ട വളരെ ശരിയായ വിശ്വാസികളായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അധികാരികൾ അധികാരം നടത്തുമ്പോ അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും തന്നെ അതിന്റെ ചെങ്കോല് പിടിക്കുന്ന ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ, യഥാർത്ഥ ഇസ്ലാമിനെ, ഈമാനിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ഇവിടെ ക്ഷണികമായ ജീവിതമാണ്. ഈ ദുനിയാവ് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലാത്തതാണ്. ജീവിച്ചു വരുമ്പോഴാണ് നമ്മുടെ വലിയ തിളക്കമാർന്ന നാളുകൾ നഷ്ടപ്പെട്ടു പോയി. ആ തിളക്കമാർന്ന നാളുകളിൽ നാം ചെയ്തു കൂട്ടിയത് ശാശ്വതമല്ലാത്ത ഈ ജീവിതത്തിൽ വ്യർത്ഥമായി പോയി എന്ന് മനസ്സിലാകുക. ആഖിറത്തിൽ മരണമില്ലാത്ത ജീവിതം സ്വർഗീയമാക്കിയെടുക്കാൻ നമുക്ക് കിട്ടുന്ന ഈ അസുലഭ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.